ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. തോൽക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കാതാവുകയും ജയിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയായി മാറുകയും ചെയ്യുന്ന ആ വിചിത്രമായ വസ്തുവിന്റെ പേരാണ് വോട്ടിംഗ് യന്ത്രം. അതോടൊപ്പം തന്നെ ആ യന്ത്രത്തിന്റെ സ്വഭാവം നോക്കി നിലവിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, സാക്ഷാൽ രാഹുൽ ഗാന്ധി. കേരളത്തിലെ മണ്ണിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ നല്ലതാകുമ്പോൾ അസമിലും ബംഗാളിലും അവ എങ്ങനെയാണ് വില്ലന്മാരാകുന്നത്? സ്വന്തം വിജയത്തെ കെട്ടിപ്പിടിക്കുകയും മറ്റുള്ളവരുടെ വിജയത്തെ മോഷ്ടിച്ചതെന്ന് വിളിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് പിന്നിലെ തിരക്കഥ എവിടെയാണ് എഴുതപ്പെടുന്നത്? വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോർച്ച പുരാണത്തിന്റെ ഉള്ളുകളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം UDF കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ടിംഗ് യന്ത്രങ്ങളോട് വല്ലാത്തൊരു മതിപ്പാണ്. അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു. ഒരു വോട്ട് പോലും ചോർന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ വോട്ട് ചോർച്ചയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ രാഹുലിന് ധൈര്യമില്ല. കാരണം തന്റെ വിജയത്തെക്കുറിച്ച് വല്ലതും വിടുവായുത്തം പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ കണ്ടം വഴി ഓടിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതായത് കോൺഗ്രസിന് വോട്ട് കിട്ടുന്ന യന്ത്രങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലായി നിൽക്കുകയും അല്ലാത്തവ ജനാധിപത്യത്തിന്റെ ഘാതകന്മാരുമാണ്. എന്നാൽ വണ്ടി അസമിലേക്കോ ബംഗാളിലേക്കോ വിട്ടാലോ BJP അവിടെ തൂത്തുവാരുമ്പോൾ രാഹുലിന്റെ രോഗം വീണ്ടും മൂർജിക്കും. അവിടെ ജയിച്ചത് ജനപിന്തുണ കൊണ്ടല്ല, മറിച്ച് വോട്ട് ചോർത്തിക്കൊണ്ടാണെന്ന് അദ്ദേഹം തട്ടിയിടും. തോൽവി സമ്മതിക്കാനുള്ള ആർജവമില്ലാത്ത ഒരു നേതാവിന്റെ അവസാനത്തെ ആയുധമായി ഈ EVM വിരുദ്ധവാദം മാറിയിരിക്കുകയാണ്. ജനങ്ങൾ നിങ്ങളെ കൈവിടുമ്പോൾ യന്ത്രങ്ങളെ പഴിചാരുന്നത് എത്രത്തോളം പരിഹാസ്യമാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ തുടങ്ങുന്ന ഈ നിലവിളി കേട്ട് ഇപ്പോൾ ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോർച്ച ആരോപണങ്ങൾ വെറുതെ വായുവിൽ നിന്ന് ഉണ്ടായതല്ല. ഇത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ലാബുകളിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു ആശയമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ ലോകത്തിനു മുന്നിൽ പരിഹാസ്യമാക്കാൻ ആരോ പഠിപ്പിച്ചു വിട്ട പാഠങ്ങൾ രാഹുൽ കാണാതെ പഠിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസം ഡസൻ കണക്കിന് കർട്ടൻ ബോക്സുകളിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നടത്തിയ ആ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ബോക്സുകൾ തുറന്നപ്പോൾ കണ്ടതോ? ആർക്കും വില കൊടുക്കാൻ പോലും കഴിയാത്ത വെറും പാഴ് പേപ്പറുകൾ. തെളിവുകളില്ലാത്ത വെറും ആരോപണങ്ങൾ കൊണ്ട് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ കളി അപകടകരമാണ്. ഇനി തമിഴ്നാട്ടിലെത്തുമ്പോൾ രാഹുലിന് മറ്റൊരു മുഖമാണ്. അവിടെ വോട്ട് ചോർച്ചയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കില്ല. കാരണം അവിടെ വിജയെ ഫോൺ വിളിച്ച് സഖ്യത്തിനായി കെഞ്ചുന്ന തിരക്കിലാണ് അദ്ദേഹം. സ്റ്റാലിന്റെ DMK മുന്നണിയെ വഞ്ചിച്ച് വിജയെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാമെന്നാണ് അവരുടെ മോഹം. സ്വന്തം മുന്നണിയിലെ വിശ്വസ്തരെ പിണക്കിയും പുതിയ സഖ്യങ്ങൾക്കായി ഓടിയും നടക്കുമ്പോൾ രാഹുൽ മറന്നു പോകുന്നത് ഒന്ന് മാത്രം: ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വ്യക്തികളെയും നയങ്ങളെയും നോക്കിയാണ്, അല്ലാതെ യന്ത്രങ്ങളുടെ മാജിക് കൊണ്ടല്ല. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വോട്ട് ചോരി എന്നാരോപിച്ച് ഈ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി നടത്തിയ ജാഥകൾ അന്ന് നാടുനീളെ പ്രസംഗിച്ച് നടന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ജനാധിപത്യത്തെ വിഴുങ്ങുന്നു എന്നായിരുന്നു. ഡൽഹിയിലെ തെരുവുകളിൽ കാർട്ടൺ ബോക്സുകളിലും തൂക്കി പിടിച്ച ഇതാ തെളിവുകൾ എന്ന് ആക്രോശിച്ച് നടത്തിയ ആ സർക്കസുകൾ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? പക്ഷേ എത്ര കാലം കടന്നുപോയി, എത്ര തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇത്രയും കാലം നാട് നീളം നടന്ന ഈ യന്ത്രങ്ങളെ കുറ്റം പറഞ്ഞിട്ടും ഒരു ചെറിയ തെളിവ് പോലും കോടതിയിലോ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലോ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ജാഥ നടത്തിയ അതേ ആവേശത്തിൽ ഇന്ന് കേരളത്തിലെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. അന്ന് വോട്ട് ചോർച്ച നടന്ന ആ ആവേശം ഇന്ന് എവിടെ പോയി? ബീഹാർ തിരഞ്ഞെടുപ്പ് കാലത്തും ഇതേ നിലവിളി നമ്മൾ കണ്ടതാണ്. അന്ന് ആരും ഗൗനിച്ചില്ല. ഇന്ന് അസമിലും ബംഗാളിലും BJP ആനടിച്ചപ്പോൾ പഴയ തിരക്കഥ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു. പണ്ട് ജാഥ നടത്തിയ അതേ വോട്ട് ചോർച്ച പുരാണം ഇന്നും ഒരു നാണവുമില്ലാതെ ആവർത്തിക്കുകയാണ്. വോട്ട് ചോരുന്നത് യന്ത്രത്തിൽ നിന്നല്ല, സ്വന്തം കയ്യിൽ നിന്നാണെന്ന് സമ്മതിക്കാൻ അന്നും ഇന്നും രാഹുലിന് മടിയാണ്. ശരിക്കും ആലോചിച്ചു നോക്കിയാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ BJP ഓരോ സംസ്ഥാനങ്ങളും തൂത്തുവാരുമ്പോൾ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ഈ വെപ്രാളവും പരവേശവും ഉണ്ടാകുന്നത്. മോദിയുടെ തന്ത്രങ്ങൾക്കും അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങൾക്കും മുന്നിൽ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ആ പരാജയ ഭീതി മറച്ചുവെക്കാൻ രാഹുൽ കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് EVMനെ പഴിചാരുക എന്നത്.
BJP അധികാരത്തിൽ വരുമ്പോൾ മാത്രം വോട്ട് ചോർന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ? ജനപിന്തുണയല്ല, യന്ത്രത്തിന്റെ മായമാണ് മോദിയെ ജയിപ്പിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ പരവേശം ഇന്ന് ജനങ്ങൾക്കിടയിൽ വലിയ തമാശയായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടാൽ തോന്നും ഈ വോട്ടിംഗ് യന്ത്രത്തിന് സ്വന്തമായ ഒരു തലച്ചോറുണ്ടെന്ന്. കേരളത്തിന്റെ ബോർഡർ കടന്നാൽ ഉടൻ ഈ യന്ത്രത്തിന് BJP പ്രേമം ഉദിക്കുമത്രേ. എന്നാൽ തിരിച്ച് മഞ്ചേശ്വരം വഴി കേരളത്തിലേക്ക് കയറിയാൽ ഉടനെ അത് കോൺഗ്രസ് ഭക്തനാവും. ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള യന്ത്രങ്ങളെ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നമുക്ക് ഇതിന്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കൂ. കർണാടകയിലോ തെലങ്കാനയിലോ കോൺഗ്രസ് ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അന്ന് വോട്ട് ചോർച്ച ഉണ്ടായിരുന്നില്ലേ? അതോ കോൺഗ്രസ് ജയിക്കുന്നിടത്ത് മാത്രം BJPയുടെ ഹാക്കിംഗ് വിദ്യകൾ പണിമുടക്കുമോ? ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നത്. സ്വന്തം വിജയത്തെ അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ വിജയത്തെ സംശയിക്കുകയും ചെയ്യുന്നത് ഒരുതരം രാഷ്ട്രീയ അപകർഷാബോധമാണ്. ഇതിനെയാണ് നമ്മൾ തോൽവി സമ്മതിക്കാനുള്ള മടി എന്ന് വിളിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർച്ച ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്നത് വിദേശ മണ്ണിലാണ്. ലണ്ടനിലോ അമേരിക്കയിലോ പോയി ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു എന്ന് വിളിച്ചു പറയുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്? സ്വന്തം രാജ്യത്തെ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും വിദേശികൾക്ക് മുന്നിൽ പിച്ച് ചീന്താൻ വിട്ടുകൊടുക്കുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ വോട്ട് ചോരുന്നത് യന്ത്രത്തിൽ നിന്നല്ല, മറിച്ച് കോൺഗ്രസിന്റെ അണികളിൽ നിന്നാണ്. മോദിയും അമിത്ഷായും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവധിക്കാലം ആഘോഷിക്കാനും വിദേശ യാത്രകൾ നടത്താനുമാണ് സമയം കണ്ടെത്തുന്നത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വോട്ട് ചോർച്ച എന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയാത്ത ഒരു നേതാവിന് യന്ത്രങ്ങളെ കുറ്റം പറയാം എന്നല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ഭാവിയുമില്ല. BJPയുടെ വിജയരഹസ്യം അവരുടെ ചിട്ടയായ പ്രവർത്തനമാണ്, അല്ലാതെ EVMലെ മാന്ത്രിക വിദ്യ അല്ല എന്ന് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കും. ഇനി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി ഇന്നൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് വെറും സാങ്കേതിക തകരാറുകളുടെ പേര് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. രാഷ്ട്രീയം എന്നത് ജനങ്ങളുമായി സംവദിക്കാനുള്ള വേദിയാണെന്ന് മറന്ന് അത് കേവലം ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെയും വിദേശ ലാബുകളിലെ തിയറികളുടെയും ചുറ്റുവട്ടത്തേക്ക് ഒതുങ്ങുമ്പോൾ തോൽക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ആ പാർട്ടിയുടെ വിശ്വാസ്യത കൂടിയാണ്. ഭാരതത്തിലെ വോട്ടർമാരെ വിഡ്ഢികളാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അവർ ഓരോ വോട്ടും രേഖപ്പെടുത്തുന്നത് കൃത്യമായ ബോധ്യത്തോടെയാണ്. ആ ബോധ്യത്തെ വോട്ട് ചോർച്ച എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ജനാധിപത്യത്തോടുള്ള അനാദരവാണ്. മോദി അമിത്ഷാ എന്ന രാഷ്ട്രീയ പ്രതിഭാസത്തെ നേരിടാൻ പുതിയ ആശയങ്ങളും കർമ്മ പദ്ധതികളും രൂപീകരിക്കുന്നതിനു പകരം തോൽവിക്ക് ശേഷം പെട്ടികളുമായി വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു തരം പൊളിറ്റിക്കൽ എസ്കേപ്പിസം മാത്രമാണ്. തമിഴ്നാട്ടിൽ സഖ്യത്തിനായി കെഞ്ചുന്നതും കേരളത്തിൽ വിജയത്തിൽ മൗനം പാലിക്കുന്നതും ഉത്തരേന്ത്യയിൽ എത്തുമ്പോൾ EVMനെ പഴിചാരുന്നതും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: രാഹുൽ ഗാന്ധിക്ക് ഇന്നും വ്യക്തമായൊരു രാഷ്ട്രീയ ദിശയില്ല. മറ്റാരോ എഴുതി കൊടുക്കുന്ന തിരക്കഥകൾ അഭിനയിച്ചു തീർക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. വിജയിന്റെ ഫോൺ കോളിലോ സ്റ്റാലിന്റെ പിന്തുണയിലോ അല്ല, മറിച്ച് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലാണ് രാഷ്ട്രീയത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം എന്നാണാവോ മനസ്സിലാക്കുക. യന്ത്രങ്ങളെ പഴിചാരിയും വിദേശ സഹായം തേടിയും എത്ര കാലം ഒരാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാകും? ജനവിധി അംഗീകരിക്കാനുള്ള ആർജവം കാണിക്കാത്ത കാലത്തോളം ഈ നിലവിളികൾ വെറും രോദനമായി അവസാനിക്കും. രാഹുൽ ഗാന്ധി അറിയേണ്ടതൊന്നു മാത്രമായിരിക്കും: ഇന്ത്യയിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടത് വിലാപങ്ങളല്ല, വികസനമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ പഴയ കർട്ടൻ ബോക്സുകൾ മാറ്റിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുമോ എന്തോ, അതോ അടുത്ത തോൽവിക്ക് ശേഷം പുതിയൊരു വോട്ട് ചോർച്ച ആരോപണവുമായി അദ്ദേഹം വീണ്ടും വരുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.